നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. കാസർഗോഡ് ഇരട്ടക്കൊല കേസിൽ അറസ്റ്റിലായ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടാവുമെന്നാണ് സൂചന. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡിസിസി സംഘടിപ്പിക്കുന്ന ഉപവാസത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കൊലയുടെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന എ പീതാംബരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ 11-ന് കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പീതാംബരനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെടും. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ സിപിഎം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പീതാംബരനെ പുറത്താക്കി. സിപിഐഎമ്മിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പാർട്ടിയുടെ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിനു വേണ്ടി തീരുമാനിച്ച വിവരം പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. കൊലയാളി സംഘം സഞ്ചരിച്ച KL 14J 5683 നമ്പർ മഹീന്ദ്ര സൈലോ കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹനമുടമ സജി ജോർജ് ഉൾപ്പെടെ കസ്റ്റഡിയിലുള്ള മറ്റ് 6 CPM പ്രവർത്തകരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. 3 പേരാണ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് നിഗമനം. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. അറസ്റ്റിലായ CPM നേതാവ് പീതാംബരനെ ആക്രമിച്ചെന്ന കേസിൽ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ശരത് ലാൽ. പയ്യന്നൂർ കേന്ദ്രീകരിച്ചായിരുന്നു കേസിന്റെ ഗൂഢാലോചന. സ്ഥലത്ത് നിന്ന് കിട്ടിയ 3 മൊബൈൽ ഫോണുകളിൽ ഒന്ന് പ്രതികളുടേതാണെന്നാണ് സൂചന. ഇരട്ടക്കൊലപാതകത്തിൽ CPMനെതിരായ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കാസർഗോഡ് DCC സംഘടിപ്പിക്കുന്ന ഉപവാസത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ ആകെ നടുക്കിയ ഇരട്ടക്കൊലയിൽ CPM നേതാവ് അറസ്റ്റിലായെങ്കിലും ഇനിയും പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുണ്ട്. കൊട്ടേഷൻ നൽകലിന്റെയും ഗൂഢാലോചനയുടെയും വ്യാപ്തി വെളിപ്പെടാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം അശ്വിൻ പല്ലത്ത്, ന്യൂസ് 18 കാസർഗോഡ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ചോദ്യമുയർത്തി സാംസ്കാരിക കേരളം. രാഷ്ട്രീയ അരുംകൊലകളിൽ ഭരിക്കുന്നവർക്ക് പങ്കുണ്ടെന്നത് സ്ഥിതി കൂടുതൽ ഗൌരവമാക്കുന്നതായി എഴുത്തുകാരി പി ഗീത. രാഷ്ട്രീയ അരുംകൊലകൾ മാനുഷികതയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു. ന്യൂസ് 18 ക്യാമ്പയിൻ ഇതോ നവോത്ഥാനം. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ നൽകേണ്ടുന്ന ഒരു സർക്കാർ, ഒരു ജനാധിപത്യ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ സർക്കാർ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള നീചമായിരിക്കുന്ന കൊലപാതകങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് എനിക്ക് വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒന്നായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വാസ്തവത്തിൽ ബോംബെയിലെ അധോലോക കൊലപാതകങ്ങളെക്കാൾ നീചവും ക്രൂരവുമാണ്. കാരണം വെട്ടിക്കൊല്ലുകയാണ് അവർ ചെയ്യുന്നത്. ഒറ്റൊരു വെടികൊണ്ട് തീർക്കുന്നതല്ല, മറിച്ച് വളരെ എന്താണ് അതിന് ഉപയോഗിക്കേണ്ട വാക്ക് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ 51 വെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇത് തുടരുന്നു, ഭരണത്തിലിരിക്കുമ്പോഴും ഇത് തുടരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഭരണത്തിലിരിക്കുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി, കുറെ കൂടി സഹനബുദ്ധിയോടുകൂടി, ക്ഷമയോടുകൂടി ആണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത്. പക്ഷെ അതിന് പകരം പക തീർക്കാനുള്ള ഒരു ഒളി ഇടമായിട്ട് ഭരണത്തെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെ ഞാൻ തീർച്ചയായിട്ടും അതിനെ ഞാൻ പുറന്തള്ളുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുംഭമാസത്തിലെ പൂരം നാളും പൌർണമിയും ഒന്നിച്ചു വരുന്ന ഇന്ന് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമലയിൽ പൊങ്കാലയർപ്പിക്കാൻ എത്തിയവരെ കൊണ്ട് തിരുവനന്തപുരം നഗരവും സമീപ പ്രദേശങ്ങളും നിറഞ്ഞുകഴിഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ തന്നെ നഗരത്തിലേക്ക് പൊങ്കാലയർപ്പിക്കാനുള്ളവരുടെ പ്രവാഹമാണ്. തിരക്ക് കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുകയാണ്. ആറ്റുകാൽ ക്ഷേത്രാങ്കണത്തിൽ നിന്നും വിനീത വിജി, ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നും ധന്യ വിശ്വം, കിഴക്കേക്കോട്ടയിൽ നിന്നും TR ആതിര എന്നിവരും ചേരുന്നു. ആദ്യം വിനീതയിലേക്ക് പോവുകയാണെങ്കിൽ, വിനീത, എത്രത്തോളം ഭക്തി നിർഭരമാണ് ക്ഷേത്രാങ്കണവും പരിസരവും ഒക്കെ? എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി എങ്ങനെയാണ്? തീർച്ചയായും ഭക്തിപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ മുഴുവനും. രാവിലെ മുതലേ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആളുകൾ പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പൊങ്കാലയ്ക്ക് മുൻപായി ദേവിയെ കണ്ട
ദൈവ ദർശനം നടത്തിയതിനു ശേഷം പൊങ്കാല അർപ്പിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി രാവിലെ മുതലേ തന്നെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള തിരക്കുള്ളത് കൊണ്ട് തന്നെ ആളുകളെ നിയന്ത്രിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെയാണ് ദർശനം സാധ്യമാക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗ്രൗണ്ടിലുമൊക്കെ അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന, അതായത് ഒരു വർഷത്തോളമായി കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം 10-15 പൊങ്കാല അടുപ്പിൽ, അതായത് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാരയടുപ്പിൽ തീ പകർന്ന പണ്ടാരയടുപ്പിൽ നിന്ന് മറ്റ് ഭക്തജനങ്ങളുടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ അടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടി ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ആ ദീപം കൊണ്ടുവരികയും അത് ക്ഷേത്രം മേൽശാന്തിക്ക് കൈമാറുകയും ചെയ്യുന്നു. മേൽശാന്തിയായ വിഷ്ണു നമ്പൂതിരി ആ ദീപം ക്ഷേത്രത്തിലെ വലിയ ഇടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും കത്തിക്കുകയും തുടർന്ന് ആ ദീപം മേൽശാന്തിക്ക് കൈമാറുകയും ചെയ്യും. അദ്ദേഹം അത് പണ്ടാര അടുപ്പിലേക്ക് പകരും. 10-15 പൊങ്കാല മുഹൂർത്തം. പണ്ടാര അടുപ്പിൽ തീ തെളിയുന്നതോടുകൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ് ഓരോ ഭക്തനും കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനത്തിന്റെ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് ഇത്തവണ പൊങ്കാലയ്ക്കായി എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുതൽ എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സംഘാടക സമിതിക്ക് ഉൾപ്പെടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ആറ്റുകാൽ പരിസരങ്ങളിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെയായി 3700ഓളം പോലീസുകാരെയാണ് ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 1000-ലധികം വനിതാ പോലീസുകാരുമുണ്ട്. അതോടൊപ്പം തന്നെ 2:15 പൊങ്കാല നിവേദനം നടക്കുക. ഇതിനുശേഷം പൊങ്കാല അർപ്പിച്ച ഭക്തർക്ക് മടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ബസ് സർവീസുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിൻ സർവീസുകളും ഒക്കെ വളരെ രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളുമായി പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് കുട്ടികളെ ശിശുക്ഷേമ സമിതിയിൽ പൊങ്കാല കഴിയുന്നതുവരെ ഏൽപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനവുമുണ്ട്. ഇത്തവണത്തെ പൊങ്കാല എടുത്തു പറയേണ്ടത് ഹരിതചട്ടപ്രകാരം തന്നെയാണ് ഇത്തവണത്തെ പൊങ്കാല നടക്കുക. പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്ത പൊങ്കാല എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭക്തർക്കുൾപ്പെടെ ഇതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള മേൽനോട്ടം നടത്തുന്നതിനും ഒക്കെ തന്നെ പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള പരിശോധനകളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു. ഇനി എല്ലാ ഭക്തരും കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം 10-15 ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഇനി ക്ഷേത്ര അങ്കണത്തിലുള്ള ഓരോ ഭക്തരും കാത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ്. ഏതാണ്ട് രാത്രിയോളമായി ഇവിടെ വന്ന് രാവിലെ ദർശനം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ഭക്തരാണുള്ളത്. അവരൊക്കെയാണ് ഇപ്പോൾ പൊങ്കാലയ്ക്ക് മുൻപായി ദർശനം കണ്ട് മടങ്ങിയെത്താമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നത്. വലിയ തിരക്കുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ പലരെയും നിർത്തി, അതായത് കയറ് കെട്ടി അതിനുള്ളിൽ അവരെ നിർത്തി അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അവരെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടി തന്നെയാണ് അവരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ക്ഷേത്ര പരിസരത്തു നിന്നും ധന്യ വിശ്വം കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ധന്യ, അവിടുത്തെ പൊങ്കാല കാഴ്ചകൾ എങ്ങനെയാണ്? എന്തായാലും ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല അർപ്പിക്കാൻ ഇടം ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരിക്കുമല്ലോ ഭക്തരൊക്കെയും. തീർച്ചയായും രഞ്ജിനി, അത് തന്നെയാണ്. ഒരുപാട് ആളുകളാണ്, അതായത് ഭക്തർ കാത്തിരുന്ന ആ നിമിഷത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അത്രയും തന്നെ ജനലക്ഷങ്ങളാണ് ആറ്റുകാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദർശനത്തിനും പൊങ്കാല നിവേദ്യത്തിനുമായി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇത്തവണ എത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ആറ്റുകാലിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂ തുടരുകയാണ്. ദർശനത്തിനായുള്ള ക്യൂ ഇപ്പോഴും തുടരുകയാണ്. മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഭക്തരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അല്പസമയത്തിനകം തന്നെ ദർശനം പൂർത്തിയാക്കും. 10-15 കൂടിയാണ്, നേരത്തെ വിനീത പറഞ്ഞതുപോലെ 10-15 പൊങ്കാല വലിയ തിടപ്പള്ളിയിലെ ക്ഷേത്രത്തിന് മുൻവശത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. തുടർന്ന് എല്ലായിടങ്ങളിലും ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ആ അടുപ്പിൽ നിന്ന് തീ പകരും. അതോടെ ഭക്തർ ഒരു വർഷമായി കാത്തിരിക്കുന്ന അവരുടെ ആ ഭക്തിക്ക് 10-15 കൂടിയാണ് ഒരു പരിസമാപ്തിയിൽ അവർ എത്തുന്നത്. ഭക്തരെല്ലാവരും ഇന്നലെ രാത്രി 2 ദിവസം വരെ മുൻപ് വന്ന് കാത്തിരിക്കുന്ന ഭക്തരും ഇവിടെയുണ്ട്. പൊങ്കാലയ്ക്ക് മുമ്പ് ഒരുപാട് കലാപരിപാടികൾ ഇവിടെ നടന്നിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഒരു സൈഡിൽ ദർശനത്തിനുള്ള ആളുകൾ നിൽക്കുകയാണ്, മറു സൈഡിൽ
ദീപാരാധന, അതായത് ഇവരുടെ പ്രധാന വഴിപാടുകളിൽ ഇല്ലെങ്കിൽ പരിപാടികളിലൊന്നായ ചെറിയ കുട്ടികളെ അണിനിരത്തിയുള്ള പരിപാടിയാണ് ഒരു സൈഡിൽ നടക്കുന്നത്. മറ്റ് കലാപരിപാടികളെല്ലാം ഇന്നലെ രാത്രി മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചുറ്റിലും ഈ ക്ഷേത്ര പരിസരത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഭക്തരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപാട് സ്ത്രീ ഭക്തരാണ്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് TR ആതിര കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആതിര, എന്തായാലും ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടാൻ ഇടം ലഭിച്ചില്ലെങ്കിൽ കൂടിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ, പഴവങ്ങാടി ക്ഷേത്രത്തിന് മുമ്പിൽ പൊങ്കാലയിടാൻ ഇടം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണോ ഭക്തർ? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിനി, ആറ്റുകാൽ ക്ഷേത്ര പരിസരമല്ല, തലസ്ഥാന നഗരിയാകെ ഭക്തിസാന്ദ്രമായ നിമിഷത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് അടുത്താണ്. തീർച്ചയായിട്ടും വലിയ ഭക്തജന തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് രാവിലെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരാഴ്ച മുമ്പേ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി തങ്ങളുടെ ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്, പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട്, ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പേ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ തങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന് ദേവിയെ ഒരു നോക്ക് കാണാനുള്ള ഒരു വർഷത്തെ അവരുടെ ആഗ്രഹത്തിന് ഇതാ ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് എന്ന് നമുക്ക് അവരുടെ കണ്ണുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പണ്ടാരടുപ്പിൽ 10-15 കൂടിയിട്ട് തീ പകർന്നുകൊണ്ട് തുടർന്ന് 10 കിലോമീറ്ററോളം വരുന്ന സ്ഥലങ്ങളിലെ അടുപ്പുകളിലേക്ക് തീ പകരും. തീർച്ചയായിട്ടും മണിക്കൂറുകൾ ഇനിയും ബാക്കിയുണ്ടെങ്കിലും ആ നിമിഷത്തിന് വേണ്ടിയിട്ട് നിമിഷങ്ങൾ എണ്ണി ഇവിടെ ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ്. പുലർച്ചെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നേരത്തെ വിനീതയും ധന്യയും സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക് വിരുദ്ധ പൊങ്കാലയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ അടുത്ത് പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെയാണ് അവരുടെ അനുഭവം എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ചേച്ചി രാവിലെ എത്തിയോ? രാവിലെ 2 മണിക്ക് ഇവിടെ എത്തി. 2 മണിക്ക് എങ്ങനെയാണ് ഈ ഒരു അനുഭവം? അമ്മയുടെ മുന്നിൽ നിന്നൊരു പൊങ്കാല ഇടാൻ തന്നെ അത് നമുക്ക് വരാൻ പറ്റണത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നു. ആദ്യത്തെ തവണയാണോ? അല്ലല്ല, ഒരുപാട് വർഷം കൊണ്ട് ഇടുന്നു. ഇടയ്ക്ക് എത്ര വർഷമായി പൊങ്കാല ഇടാൻ? ഞാനൊരു 10-25 വർഷം കൊണ്ട് ഇടുകയാണ്. പക്ഷേ സ്ഥിരമായല്ല, ഇടയ്ക്ക് വല്ല വാലായ്മയൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല. കുടുംബത്തോടെ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ വരുന്നതായിരുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം പൊങ്കാലയിടാൻ അവസരം കിട്ടിയില്ല. എങ്ങനെയാണത്? ഞാൻ എല്ലാ മാസവും കുറച്ച് നാളായിട്ട് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരാറുണ്ട് തൊഴുവാനായിട്ട്. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് ആണ് എനിക്ക് ഇവിടെ തന്നെ ഇടണം എന്നൊരു മനസ്സോടെയാണ് ഞാൻ വന്നത്. എനിക്ക് ഭഗവാന്റെ മുന്നിൽ തന്നെ നിൽക്കാൻ പറ്റി. അത് തന്നെ എൻ്റെ അനന്ത പത്മനാഭൻ്റെ കാരുണ്യം കൊണ്ടാണ് സാധിച്ചത് എനിക്കിവിടെ നിൽക്കാൻ. എനിക്ക് എപ്പോഴും ഈ കിഴക്കേക്കോട്ട ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. എവിടെയാണ് സ്ഥലം? ഞാൻ ആറ്റിങ്ങൽ, കീഴാറ്റിങ്ങൽ. തീർച്ചയായിട്ടും രഞ്ജിനി, ഇവർ പറയുന്നത് പോലെ വലിയ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാൽ ക്ഷേത്ര സമീപത്ത് പൊങ്കാലയിടാൻ സാധിച്ചില്ല എന്ന സങ്കടമുണ്ട്. പക്ഷേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് പൊങ്കാലയിടുന്നത്. അതും വേറിട്ടൊരു അനുഭവമായിട്ട് അതും സന്തോഷത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഇവർ. ആതിര തുടരുക. ഇപ്പോൾ വിനീത കൂടി ചെയ്യുന്നുണ്ട്. വിനീത, നേരത്തെ വിനീത സൂചിപ്പിച്ചു എന്തായാലും 10:15 പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. 2:15 നിവേദ്യം. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റ് ചടങ്ങുകൾ ഇന്ന് ക്ഷേത്രത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്? പ്രത്യേകിച്ചും ദേവി സർവാഭരണ വിഭൂഷിതയായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിനി, അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ 7 മണിൻ്റെ ഒരു ദീപാരാധന ഉണ്ടായിരുന്നു. ആ ഒരു 7 മണിക്ക് മുന്നോടിയായുള്ള നിർമ്മാലത്തിന് ശേഷമുള്ള ഒരു ദീപാരാധനയുണ്ട്. ആ ദീപാരാധനയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ദീപാരാധന തൊരാൻ വേണ്ടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നിരവധി ഭക്തരാണ് ഈ ഒരു ദീപാരാധനയ്ക്ക് സർവ
സർവാഭരണ ഭൂഷണിയായ ദേവിയെ കണ്ട് തൊഴുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഇവിടെ കാത്തുനിന്ന ആളുകളാണ്. ഇവരാണ് ഇപ്പോൾ ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ദീപാരാധനയ്ക്ക് ശേഷം പൊങ്കാല ആയിരിക്കും. അതായത് 10-15 ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 10-15 പണ്ടാരെടുപ്പിൽ തിരി തെളിയും. ആ തിരി പിന്നീടുള്ള ആ ഒരു ദീപം പിന്നീടുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ അടുപ്പുകളിലേക്ക് മാറ്റപ്പെടുന്നതോടുകൂടി ഇന്നത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. അതിനുശേഷം വൈകുന്നേരം കുത്തിയോട്ട ചടങ്ങുണ്ടാകും. ഇത്തവണ ഏതാണ്ട് 800-ലധികം ബാലന്മാരാണ് കുത്തിയോട്ടത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച, കുട്ടികൾ ചെറിയ ബാലികമാരാണ്. താലപ്പൊലിക്കായി അവർ വരുന്നവരാണ്. അവർക്കും ആവശ്യമായിട്ടുള്ള വലിയ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നതിനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ മുൻകരുതലുകളും ആവശ്യമായ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതിനുള്ള തത്രപ്പാടിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ അവർക്ക് നൽകുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും മറ്റു ചടങ്ങുകൾ നടക്കുക. 2:15 പൊങ്കാല നിവേദിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഓരോ ഭക്തന്റെയും ഉള്ളിലെന്ന് പറയേണ്ടി വരും. കാരണം ഒരു വർഷമായി കാത്തിരിക്കുകയാണ് ഓരോ ആളുകളും. ഇപ്പോൾ അകത്ത് ദീപാരാധന നടന്നതിന് ശേഷമുള്ള മറ്റു ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ഇന്ന്. 10:15 പണ്ടാരയടുപ്പിൽ തീ പകരുന്നതോടെ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. 2:15 നിവേദ്യം. ക്ഷേത്രാങ്കണത്തിലും തിരുവനന്തപുരം നഗരത്തിലും അടക്കം ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും വിനീത വിജിയും ക്ഷേത്ര പരിസരത്ത് നിന്ന് ധന്യ വിശ്വവും കിഴക്കേക്കോട്ടയിൽ നിന്ന് TR ആതിരയും നൽകിയത്. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ വസന്തകുമാറിന്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സന്ദർശിക്കും. രാവിലെ 8:30 വസന്തകുമാറിന്റെ വയനാട് തൃക്കേപ്പറ്റയിലെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കും. കുടുംബത്തിന് 25 ലക്ഷം രൂപയും വസന്തകുമാറിന്റെ ഭാര്യ ഷീനയ്ക്ക് സർക്കാർ ജോലിയും നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. വീട് നിർമ്മിച്ചു നൽകാനും മക്കൾ അനാമികയുടെയും അമർദീപിന്റെയും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വസന്തകുമാറിന്റെ വീട്ടിൽ എത്തും. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന CBI ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവം കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ, DGP വീരേന്ദ്ര, ചീഫ് സെക്രട്ടറി മലയ് കുമാർ എന്നിവർക്കെതിരെയാണ് CBI കോടതിയെ ലക്ഷ്യ ഹർജി നൽകിയത്. നേരത്തെ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി 3 പേർക്കും നോട്ടീസ് അയച്ചിരുന്നു. കോടതിയെ ലക്ഷ്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് നിരുപാധിക മാപ്പ് ചോദിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ ഇവർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന CBI ഉദ്യോഗസ്ഥരെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ തടഞ്ഞ സംഭവം കേന്ദ്ര സർക്കാരും ബംഗാൾ സർക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമായിരുന്നു. ലോട്ടറിക്ക് ഒരൊറ്റ നികുതി നിരക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ന് ചേരുന്ന GST കൌൺസിലിൽ തീരുമാനമുണ്ടായേക്കും. ഏകീകൃത നികുതി നിരക്ക് മതിയെന്നാണ് GST കൌൺസിൽ നിയോഗിച്ച മന്ത്രിതല സമിതിയുടെ ശുപാർശ. കേരളത്തിന് തിരിച്ചടിയാകുന്ന ഈ നീക്കം മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളുടെ പിന്തുണയോടെ സംസ്ഥാനം എതിർക്കും. സംസ്ഥാന ലോട്ടറിക്ക് 12%, സ്വകാര്യ ലോട്ടറിക്ക് 28% എന്ന നിലവിലെ GST നിരക്ക് തുടരണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ 18% നിരക്കിലോ 28% നിരക്കിലോ ലോട്ടറിയെ ഉൾപ്പെടുത്തണമെന്നാണ് സമിതിയുടെ ശുപാർശ. സിമന്റിന്റെ നികുതി 28 നിന്നും 18% ആക്കണമെന്ന നിർദ്ദേശവും ഭവന നികുതിയിലെ മാറ്റങ്ങൾക്കുള്ള നിർദ്ദേശവും GST കൌൺസിൽ ഇന്ന് പരിഗണിക്കും. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള 2ാം കിസാൻ ലോങ് മാർച്ചിന് ഇന്ന് തുടക്കം. കഴിഞ്ഞ വർഷം നൽകിയ ഉറപ്പുകൾ നടപ്പാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ പാലിക്കാത്തതിനാലാണ് വീണ്ടും കർഷക ലോങ് മാർച്ച്. ഇന്ന് നാസിക്കിൽ തുടങ്ങി ഈ മാസം 27 മുംബൈയിലാണ് മാർച്ച് അവസാനിക്കുക. കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധ മലയടിച്ച നാസിക് മുംബൈ കിസാൻ ലോങ് മാർച്ചിന്റെ തുടർച്ചയായാണ് വീണ്ടും കർഷക മുന്നേറ്റം. ആവർത്തിക്കുന്ന വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെയാണ് കർഷകർ പ്രതിഷേധം ശക്തമാക്കി വീണ്ടും തെരുവിലിറങ്ങുന്നത്. കാർഷിക കടം എഴുതിത്തള്ളുക, സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പാക്കുക, വനാവകാശ നിയമം നടപ്പാക്കുക, പെൻഷൻ വർദ്ധിപ്പിക്കുക, താങ്ങുവില നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലോങ് മാർച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ഉറപ്പു നൽകിയതോടെയാണ് അന്നു സമരം അവസാനിച്ചത്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഉറപ്പുകൾ പാലിക്കാൻ സർക്കാർ തയ്യാറാകാത്തതോടെയാണ് വീണ്ടും ലോങ് മാർച്ച് നടത്താനുള്ള തീരുമാനം. സർക്കാർ കർഷകരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. നാസിക്കിൽ നിന്ന് ആരംഭിച്ച് 8 ദിവസം കൊണ്ട് 165 കിലോമീറ്റർ താണ്ടി ഫെബ്രുവരി 27 മുംബൈയിലെത്താനാണ് കർഷകരുടെ തീരുമാനം. എന്നാൽ മാർച്ച് ആരംഭിച്ചാൽ ഉടൻ തടയാനാണ്
പോലീസിന്റെ നീക്കം. തടയുകയാണെങ്കിൽ അവിടെ തന്നെ ധർണയിരിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 ഡൽഹി. ഇന്ത്യ സൗദി അറേബ്യ ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് തുടങ്ങും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഡൽഹിയിലെത്തിയ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകൾ ഒപ്പുവയ്ക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അസ്വസ്ഥത കുറയ്ക്കാൻ സന്ദർശനം സഹായിക്കുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരായ നിലപാട് ഇന്ത്യ സൗദി കിരീടാവകാശിയെ ധരിപ്പിക്കും. പരസ്യരംഗത്തെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ലോക ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഉച്ചകോടി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ഉദ്ഘാടനം ചെയ്യും. അമിതാഭ് ബച്ചൻ, ശ്രീ രവിശങ്കർ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും. 25 രാജ്യങ്ങളിലെ 40 പ്രഗത്ഭരാണ് ഉച്ചകോടിയിൽ പ്രഭാഷണം നടത്തുന്നത്. 2000-ഓളം പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ത്യയിൽ ആദ്യമായാണ് IAA ഉച്ചകോടി നടക്കുന്നത്. So starting with the chairman of our governing council, Mr. Mukesh Ambani, he will be part of the inaugural session. Sri Ravi Shankar and Mr. Amitabh Bachchan. So these 3 gentlemen will be part of the inaugural session, besides of course the world president and some of the other functionaries. യൂണിലിവർ ചെയർമാൻ പോൾ പോൾമാൻ, സ്കൈപ്പ് സഹസ്ഥാപകൻ ജോനാസ് കെൽബർഗ്, സാംസങ് വൈസ് പ്രസിഡന്റ് പ്രണവ് മിസ്ത്രി, ഇൻഫോസിസ് ചെയർമാൻ നന്ദൻ നിലേക്കിനി എന്നിവരും ഉച്ചകോടിയിൽ സംസാരിക്കും. ബോളിവുഡ് താരങ്ങളായ ദീപിക പദുക്കോൺ, കാജോൾ, മുൻ ടെന്നീസ് താരം ആന്ദ്രെ അഗാസി, വിജയ് അമൃതരാജ് എന്നിവരുടെ സാന്നിധ്യവും ഉച്ചകോടിക്ക് പകിട്ടേകും. 3 ദിവസം നീളുന്ന ഉച്ചകോടി 22-ന് സമാപിക്കും. ന്യൂസ് 18 കൊച്ചി.